ട്രിവാൻഡ്രം ഫ്ലവറിസ്റ്റ് അസോസിയേഷൻ TFA ചാല തിരുവനന്തപുരം അംഗങ്ങളുടെ കുട്ടികൾക്കായുള്ള പഠനോപകരണ വിതരണവും SSLC +2 CBSE പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയ കുട്ടികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണവും 2025 ജൂലൈ 24 ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണി മുതൽ CSS ഹാൾ കിള്ളിപ്പാലം ബൈപ്പാസ് റോഡിൽ ആരംഭിച്ചു. ഇതിന്റെ ഉദ്ഘാടനം ശ്രീ കെ രാജൻ, ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി, അധ്യക്ഷൻ കെ സുരേഷ് കുമാർ, പ്രസിഡന്റ് TFA, സ്വാഗതം എസ് ശ്രീകുമാരൻ നായർ, ജനറൽ സെക്രട്ടറി TFA എന്നിവരുടെ സ്വാഗതം നടത്തിയാണ്. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം, ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ഭവാനികെ, ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ഭവാനികെ. അവാർഡും പഠനോപകരണ വിതരണങ്ങളും ഇന്നിവിടെ നടക്കുന്നു. ഈ കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ പ്രാവശ്യം ഒരു കൃത്യമായ ഒരു ഇതുണ്ട്. SLC കൂടാതെ +2 അതേ കൂടെ തന്നെ നമ്മൾ ഈ പ്രാവശ്യം CBSE ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ചിട്ടുള്ള കുട്ടികൾക്കുള്ള ക്യാഷ് അവാർഡ് മൊമെൻറ്റും വിതരണം ചെയ്യുന്നുണ്ട്. ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വന്ന ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി മന്ത്രി കെ രാജന് ഈ സംഘടന പേരിലും എൻ്റെയും പേരിൽ ഞാൻ സ്വാഗതം പറയുന്നു. അടുത്തതായി നമ്മളുടെ തിരുവനന്തപുരം നഗരസഭ ഡെപ്യൂട്ടി മേയർ PK രാജു, അദ്ദേഹത്തിന് എൻ്റെ പേരിലും ഈ സംഘടനയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ശ്രീമാൻ കരമന ജയൻ, തിരുവനന്തപുരം ജില്ലാ BJP പ്രസിഡന്റ്, അദ്ദേഹത്തിനും എൻ്റെ പേരിലും അസോസിയേഷൻ്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് സുന്ദർ, CPIM ജില്ലാ തിരുവനന്തപുരം കമ്മിറ്റി അംഗമായ അദ്ദേഹത്തിനും എൻ്റെ പേരിലും സംഘടനയുടെ പേരിലും ഞാൻ സ്വാഗതം അർപ്പിക്കുന്നു. ഇപ്രാവശ്യവും നമുക്ക് വളരെ മനോഹരമായി ചെയ്യുവാൻ തീരുമാനിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കേരള അസോസിയേഷൻ്റെ പേരിലും ഞാൻ നിങ്ങൾക്ക് ആദ്യം എൻ്റെ കൃതജ്ഞമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാര്യം നമ്മൾ വളരെ വിശാലമായി ഇറങ്ങി എല്ലാവരോടും പറയുക, അത്തരം വിഷയങ്ങൾ നിങ്ങൾ അതിനെ ഉൾക്കൊള്ളുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉള്ളതിനേക്കാൾ നേരത്തെ തന്നെ ഈ വേദിയിലെത്തിയത്. നിർഭാഗ്യവശാൽ നമ്മുടെ ഉദ്ഘാടകർ വരുവാൻ ഉള്ള താമസം, ഇന്ന് തിരുവനന്തപുരത്ത് CITUവിൻ്റെ ജില്ലാ സമ്മേളനം നടക്കുന്നു, വിവിധ പരിപാടികൾ നടക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാവരും തിരക്കിലും റോഡ് ബ്ലോക്കിലുമാണ്. ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ ഇവിടെ ഉടനെ എത്തിച്ചേരുമെന്നാണ് എന്നെ വിളിച്ചത്. അദ്ദേഹവും ഇതുപോലെ തന്നെ പാളയത്തു നിന്ന് വരാനുള്ളൊരു ബ്ലോക്കിൻ്റെ അവസ്ഥയിലായിപ്പോയി. അതുകൊണ്ട് നമ്മുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതനുസരിച്ച് വരുന്നത് മുറയ്ക്ക് നമുക്ക് അദ്ദേഹത്തിനെ കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം ഉടൻ തന്നെ എത്തിച്ചേരുമെന്നാണ് തോന്നുന്നത്. എന്നെ 2-3 പ്രാവശ്യം വിളിച്ചു. എനിക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കണം, വേറെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പരിപാടി പങ്കെടുക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഞാൻ എത്തും എന്നാണ് എനിക്ക് ഉറപ്പ് നൽകിയത്. BJPയുടെ ജില്ലാധ്യക്ഷൻ ശ്രീ കരമന ജയൻ അവർകളെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട കെ സുരേഷ് കുമാർ ഉണ്ണി, ഇവിടെ സ്വാഗതം ആശംസിച്ച ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായ പ്രിയപ്പെട്ട ശ്രീകുമാരൻ നായർ, പ്രിയപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ, പ്രിയപ്പെട്ട ഡെപ്യൂട്ടി മേയർ PK രാജു, അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെയൊക്കെ സുപരിചിതനായ പ്രിയങ്കരനായ BJPയുടെ ജില്ലാ അധ്യക്ഷൻ കൂടിയായ കരമന ജയൻ, അതുപോലെ ഇവിടെ എത്തിച്ചേരുന്ന
CPIയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ കരമന ജയൻ, ഈ യോഗത്തിന് കൃതജ്ഞത ആശംസിക്കുന്ന ഈ അസോസിയേഷൻ്റെ ഈ സംഘടനയുടെ ഭാരവാഹിയായ ശ്രീ രഘുനാഥൻ നായർ, രക്ഷാധികാരികളായ ശശിധരൻ നായർ, സുകുമാരൻ നായർ, ഈ സംഘടനയുടെ ഖജാൻജിയായ ശ്രീ S. ഹരിദാസ്, വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാർ, മറ്റൊരു വൈസ് പ്രസിഡൻ്റായ ശ്രീമതി S. അംബിക, ജോയിൻറ്റ് സെക്രട്ടറിമാരായ ശ്രീ T. മണികണ്ഠൻ, ശ്രീമതി റീന, ശ്രീ ജയപ്രസാദ്, ശ്രീ മുരുകൻ, ശ്രീ കെവിൻ, ശ്രീ ഷാജഹാൻ, മറ്റ് ഈ സദസ്സിലും വേദിയിലും ഉപവിഷ്ടരായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മളൊരു 4-4:30 മുതലൊക്കെ വന്നിരിക്കുന്നവരൊക്കെ ഇതിനിടയിലുണ്ട്. ഞാനും ഏതാണ്ട് ഒരു 4:30-ക്ക് എത്തിച്ചേർന്നതാണ്. ഒരു പരിപാടി എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. നമ്മൾ ഈ മന്ത്രിമാരടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകളെ വെച്ച് പരിപാടി നടക്കുമ്പോൾ സ്വാഭാവികമായി ഒരു കുറച്ച് ലേറ്റുണ്ടാകും, ചിലപ്പോഴൊക്കെ കുറച്ച് കൂടുതൽ ലേറ്റുണ്ടാകും എന്നുള്ള കാര്യം എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരിമാർക്ക് പ്രത്യേകിച്ച് അറിയാം. കാരണം പലപ്പോഴും അത് താമസിച്ച് തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്. പല വർഷങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലാണ്, മഴയടക്കമുള്ള പ്രകൃതി പ്രതികൂല സാഹചര്യങ്ങളിലാണ് നമ്മൾ ഈ പരിപാടി നടത്തിയിട്ടുള്ളത്. അത് ഹാളിൽ വെച്ചല്ല, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ മെയിൻ റോഡിലൊക്കെ വെച്ചാണ് ആ പരിപാടി നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ അല്പം കാത്തിരിക്കുമ്പോൾ കുറച്ച് വിഷമമൊക്കെ ഉണ്ടാകുമെങ്കിലും നമ്മൾ ഈ പരിപാടിയുടെ സംഘാടകരാണ് എന്നുള്ള രീതിയിൽ ഇവിടെ വരുന്ന അതിഥികളെ അല്പം താമസിച്ചിരുന്നാലും അത് ഉൾക്കൊള്ളുവാനുള്ള മാനസിക അവസ്ഥ ഉണ്ടാവും എന്നറിയാം. ഈ സംഘടന വളരെ വർഷങ്ങളായിട്ട് വർഷത്തിൽ 2-3 പരിപാടികൾ, ഈ പരിപാടി അടക്കം എല്ലാ വർഷവും കുട്ടികൾക്കുള്ള പ്രോത്സാഹന സമ്മാനവും മറ്റ് അവാർഡുകളും നടത്തുന്ന ഈ പരിപാടിയും വാർഷിക സമ്മേളനവും അടക്കമുള്ള 2-3 പരിപാടികൾ മുടക്കമില്ലാതെ നടന്നു വരുന്ന
സംസ്ഥാനത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിന്റെ ജില്ലയിൽ ചില വിഷയങ്ങളിൽ അടിയന്തരമായി ഇടപെടേണ്ടി വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിനിവിടെ വരാൻ സാധിക്കാത്തത്. ഞാനും എത്തുകയില്ലായിരുന്നു. എൻ്റെ പ്രിയ സുഹൃത്ത് ഉണ്ണി പലതവണ വിളിച്ചിട്ടാണ് എനിക്ക് വരാൻ സാധിച്ചത്. ഞാൻ മറ്റൊരു പരിപാടി അത്യാവശ്യമായി പങ്കെടുക്കേണ്ടതായിരുന്നു. ഇതുപോലെ മന്ത്രി പങ്കെടുക്കേണ്ട പരിപാടി, മന്ത്രി സ്ഥലത്തില്ല എന്നുള്ള പരിപാടി പങ്കെടുക്കുവാൻ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടി വരികയും നിങ്ങളെല്ലാം കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചത്. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും വളരെ നല്ല മനസ്സുള്ളവരാണ്. അവിടെയാണ് നിങ്ങളുടെ കുടുംബം പുഷ്പം കൊണ്ട് മാത്രം ജീവിക്കുന്നവരാണ്. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എൻ്റെ പ്രിയ പിതാവും ഇത് സംബന്ധമായ ജോലിയാണ് ചെയ്ത് ഞങ്ങളെല്ലാം വളർത്തിയത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പരിപാടിയായി ഇത് മാറണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇവിടെ കരുമല ജയൻ കൂടുതൽ കാര്യങ്ങൾ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കും. എങ്കിലും ഇവിടെ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനങ്ങളെല്ലാം വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വിദ്യാർത്ഥികൾ നല്ല മനസ്സോടുകൂടി അത് ഏറ്റുവാങ്ങണം. എന്തിനാണ് അങ്ങനെ ഏറ്റുവാങ്ങണമെന്ന് പറയുന്നത്? പ്രത്യേകിച്ച് പെൺകുട്ടികൾ സ്വന്തമായി പഠിച്ച് വലിയ നിലയിൽ അവരെത്തേണ്ടത്, സ്വന്തം കാലിൽ നിൽക്കേണ്ടതും അവരുടെ ആവശ്യമാണ്. ആൺകുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കണം. അത് കൂടുതൽ പെൺകുട്ടികൾ ഉന്നത തലത്തിലെത്തിയാൽ അവർക്ക് ആരുടെയും മുന്നിൽ പോയി സ്വന്തം അച്ഛൻ്റെയോ ഭർത്താവിൻ്റെയോ പ്രിയമുള്ള ഫ്ലവറിസ്റ്റ് അസോസിയേഷന്റെ ഭാരവാഹികളെ, പ്രിയമുള്ള അമ്മമാരെ, സഹോദരിമാരെ, പ്രിയമുള്ള വിദ്യാർത്ഥിനികൾ, ഞാൻ ഒരു ദീർഘമായ പ്രസംഗത്തിന് വിടുന്നില്ല. കാരണം പ്രസംഗത്തിന്റെ പ്രസക്തിയില്ല. വളരെ നല്ല രണ്ട് സന്ദേശങ്ങൾ നമ്മുടെ ഡെപ്യൂട്ടി മേയർ തന്നു. അമ്മയെ കുറിച്ചുള്ള സങ്കല്പം, അതോടൊപ്പം തന്നെ നമ്മുടെ മലയാളി എന്ന് പറയുമ്പോൾ നാം എത്രത്തോളം അഭിമാനിക്കുന്നു. ഈ രണ്ട് സന്ദേശങ്ങൾ, അതിനപ്പുറം ഈ പ്രസംഗത്തിൽ പ്രസക്തിയില്ല. ഇവിടെ വരുമ്പോൾ എനിക്ക് തോന്നുന്നത് 10 വർഷത്തിന് മുമ്പാണ് ഞാൻ ട്രിവാൻഡ്രം ഫ്ലവറിസ്റ്റ് അസോസിയേഷന്റെ ഇതുപോലെ 2 പരിപാടിയിൽ പങ്കെടുത്തു. 2013 14 അവന്തിക തളിൻ 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 +2ന്റെ സ്റ്റേറ്റ് സിലബസ് ആണ്. ഫസ്റ്റ് ഐശ്വര്യ എം. സെക്കൻഡ് അക്ഷയ. തേർഡ് ആരതി. +2 CBSEയുടെ സൂര്യശങ്കർ. ഒരാൾ മാത്രമേ തന്നിട്ടുള്ളൂ, അത് മാത്രമേ. സൂര്യശങ്കർ.
ദേവിക പി. SSLCയുടെ പ്രോത്സാഹന സമ്മാനങ്ങളാണ്. അരുണ പി, ദേവിക പി, വിഷ്ണു ആർ, മനു കൃഷ്ണ RS, അദീൻ ഷാജി, മനു കൃഷ്ണ, അദീൻ ഷാജി, ഗോകുൽറാം MR, ഇല്ല, +2 പ്രോത്സാഹന സമ്മാനമാണ്. വിശാഖ് ബി, ആദിത്യൻ SS, അഭിനയ ഗോകുൽ കൃഷ്ണ, ആദിത്യൻ SS. സുദർശന കെ ഉണ്ടോ? സുദർശന കെ ഇല്ല. ഹിമ വന്നോ? ഹിമ